പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ കുറച്ച് ദിവസമായിട്ട് രേണുസുതിയായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകളൊന്നും എടുത്തിട്ടില്ല. ഇതൊന്നും എടുക്കാതെ നമുക്ക് സാമൂഹിക പ്രതിബദ്ധതയുള്ള, സമൂഹത്തിന് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചപ്പോ സമ്മതിക്കത്തില്ല. പല ആൾക്കാരും നമ്മളോട് ഇങ്ങോട്ട് കയറുന്നു, വള്ളി പിടിക്കുന്നു. വള്ളി പിടുത്തമൊക്കെ വിട്ട് വീണ്ടും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കയറി നോക്കിയപ്പോ ഈ രേണുസുതിയല്ലാതെ ഒരു തേങ്ങ എന്റെ ഫീഡ് വരുന്നില്ല. രേണുസുതി കെട്ടിപ്പിടിക്കുന്നു, രേണുസുതി ഇവനെ കെട്ടിപ്പിടിക്കുന്നു, അവനെ കെട്ടിപ്പിടിക്കുന്നു, ദാസേട്ടനെ കെട്ടിപ്പിടിക്കുന്നു, പ്രതീക്ഷനെ കെട്ടിപ്പിടിക്കുന്നു, അത് ഇത് ഈ കെട്ടിപ്പിടുത്തം തന്നെ. അങ്ങനെ ഞാൻ നോക്കിയപ്പോഴത്തേനും രേണുവിന്റെ അക്കൗണ്ടിൽ കയറി നോക്കിയപ്പോഴത്തേനും രേണു ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. വാട്ട് കറക്റ്റ് കാര്യം. നമുക്ക് ആ കറക്റ്റ് കാര്യം അതൊന്ന് കേൾക്കാം. ബൈബിൾ കർത്താവ് പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാത്തവർ അവളെ കല്ലെറിയട്ടെ. അതെ, ഞാനും പറയുന്നു, നിങ്ങൾ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ലെറിയട്ടെ. സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് എൻ്റെ കുറ്റങ്ങൾ പറഞ്ഞ് വ്ളോഗ് ചെയ്യുന്നവരും നെഗറ്റീവ് കമന്റ്സ് ഇട്ട് രസിക്കുന്നവരും എനിക്കെതിരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് എൻ്റെ കുറ്റങ്ങൾ അവിടെ ഇവിടെ പറഞ്ഞ് ആത്മസന്തോഷം കണ്ടെത്തുന്നവരും ഞാനൊന്ന് പറയട്ടെ. നിങ്ങൾ രേണു ഒന്നും പറയണ്ട, ഞാൻ പറയാം. അപ്പൊ രേണു പറയുന്നത് കുറ്റം ചെയ്യാത്തവർ, പാപം ചെയ്യാത്തവർ രേണുവിനെ കല്ലെറിഞ്ഞോ എന്ന് പറഞ്ഞാൽ നീയൊക്കെ പാപികളാണ്, പാപികളായിട്ടുള്ള നീയാണോടാ പാപം ചെയ്ത് എന്നെ പറയുന്നത് എന്നാണ് ആ പറഞ്ഞതിന്റെ ധ്വനി. ഞാൻ മനസ്സിലാക്കുന്നത് കുറച്ച് നാളുകൾക്ക് ശേഷം രേണു ആ ബൈബിൾ ഒന്ന് തുറന്നപ്പോൾ ഈ വചനം കണ്ടപ്പോ രേണുവിനിപ്പോ അത് മാത്രമേ ഉള്ളൂ. ഇന്നലെ രേണുവിന്റെ സ്റ്റോറി ഫുള്ള് തരുന്നു. ഓക്കെ, രേണുവിന്റെ അടുത്തൊരു സ്റ്റോറി രേണു ടൈപ്പ് ചെയ്തിട്ടതാ. കർത്താവ് എന്നല്ലേ ഉണ്ട്, കർത്താവേ പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ അവളെ കല്ല് എറിയട്ടെ. അത് നിഗ്ഹലിൽ പാപം ചെയ്യാത്ത അവളുമാരും അവന്മാരും എന്നെ കല്ല് എറിയട്ടെ. ഞാനും പറയുന്നു. രേണു ഇത് തന്നെ മാറ്റി തിരിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ എന്ന് തന്നെയാണ് പറയുന്നത്. രേണുവിന്റെ സ്പെല്ലിങ്ങിന്റെ നിങ്ങളിൽ എവിടുന്ന് കയറി വന്നു എന്ന് എനിക്ക് പിടിയില്ല. എറിയട്ടെ എനിക്കറിയത്തില്ല. രേണു ഇങ്ങനത്തെ സ്പെല്ലിംഗ് എനിക്ക് ഉപയോഗിക്കുന്നത്. എന്തൊരു പിള്ളേരുമാട്ടെ. അപ്പൊ രേണു മാറിയും തിരിഞ്ഞും ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളിൽ പാപം ചെയ്യാത്തവർ എന്നെ കല്ലെറിയട്ടെ. അപ്പൊ നിങ്ങളെല്ലാം പാപികളാണ്. അല്ലെ, ഞാനും പാപിയാണ്. എന്നെ കല്ലെറിയണമെങ്കിൽ നിങ്ങൾ എന്നെക്കാട്ടിലും ശുദ്ധമായിരിക്കണം എന്നാണ് രേണു പറയുന്നത്. അപ്പൊ പുള്ളിക്കാരി തന്നെ ഓൾറെഡി പുള്ളിക്കാരി പാപം ചെയ്തു എന്ന് സമ്മതിക്കുന്ന പോലെയാണ് എനിക്ക് ഈ സാധനം കണ്ടപ്പോ ഫീൽ ചെയ്തത്. ഈ രേണു കുറെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ട്. രേണു ഇപ്പൊ പുതിയൊരു ആൽബത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആൽബം നമ്മുടെ മണ്ടാരിച്ചപ്പുണ്ടല്ല, ദാസേട്ടൻ കോഴിക്കോടുമായിട്ടുള്ള എക്സ്ക്ലൂസീവ് രംഗങ്ങൾ പുറത്തു വന്ന ആൽബം അവര് തന്നെ ചെയ്യുന്നതാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിനകത്ത് 3 നായികമാരും ഒരു രേണുവും. സന്തോഷ് പണ്ഡിറ്റ് ഒക്കെ ഫീൽഡ് ഔട്ട് സന്തോഷ് പണ്ഡിറ്റാണ് ഇത്രയും നാൾ 3 നായകന്മാരും ഒരു നായകനായിട്ട് അഭിനയിച്ചിരുന്നത്. ഇപ്പൊ രേണുവാണ് ഫുള്ള്. ഈ ഒരു ആൽബം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ വിവാദപരമായ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ടാവും. വിവാദം ഉണ്ടാക്കും, അത് യാതൊരു തർക്കമില്ല, വിവാദം ഉണ്ടാക്കും. ഈ തവണ 3 പേരെ കെട്ടിപ്പിടിക്കുന്നു. ആദ്യം ഇവനെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ അവനെ കെട്ടിപ്പിടിക്കുന്നു, പിന്നെ ഇവനെ കെട്ടിപ്പിടിക്കുന്നു. ഇതാണ് സാധനം. ഇത് പക്ക റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഒരു സാധനമാണ്. ഈ സാധനത്തിന്റെ കുറച്ച് സാധനങ്ങൾ ഞാൻ കാണിക്കാം. ഇപ്പോ പുതിയ തെറ്റിദ്ധരിപ്പിക്കൽ ഡ്രാമ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഫുഡ് കഴിക്കുന്ന കാണാം. ഫുഡ് കഴിക്കുമ്പോൾ പറയുന്ന ചില വാചകങ്ങളിലെ ദ്വയാർത്ഥമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നോട്ട് ദിസ് പോയിന്റ് യുവർ ഓണർ. ദ്വയാർത്ഥങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, സ്പൈസി അല്ലേ ഞാൻ? ചേച്ചി സ്പൈസി അല്ലടാ, ഹോട്ട് ആൻഡ് സ്പൈസി. അത് കിട്ടിയില്ല. രേണു അത് തന്നെയാ വേണ്ടേ. രേണു ഹോട്ടാണെന്ന് പറയണം ആൾക്കാര്. അത് പറയണമെന്നുള്ളതല്ല രേണുവിന്റെ ലക്ഷ്യം. ഇത് പൊതുവെ പുറത്തോട്ട് പോകണം. ഇത് കമന്റ് ബോക്സുകളിൽ കിടന്ന് കത്തണം, കേരള കത്തിക്കണം. ഇതാണ് രേണുവിന്റെ ആവശ്യം. ഇത് മാത്രമല്ല, രേണു കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് രേണുവിനെ കുറിച്ച് ഞാൻ തന്നെ വിളിക്കുന്നത് വിമൽ കുമാർ എന്നാണല്ലോ. അതുപോലെ രേണുവിനെ വിളിക്കുന്നത് രേണു സുധി എന്നാണ്. നീ അത് മാറ്റി പാവങ്ങളുടെ തമന്ന എന്നായിട്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ചോദ്യം ഈ കമന്റ് ബോക്സ് ഒക്കെ നിനക്കൊക്കെ എവിടുന്ന് കിട്ടുന്നതാ? കേൾക്കാം. കേരളത്തിന്റെ തമന്ന, പാവങ്ങളുടെ തമന്ന. ക്വസ്റ്റ്യൻ ചോദിച്ചു. ഇങ്ങനെ ഓരോ ദിവസങ്ങളിൽ ഓരോ പേരുകളായിരുന്നു. അന്ന് പല്ലി മാറി, അതിനുശേഷം നിക്കർ വിധവ വന്നു. അതിനുശേഷം ഇപ്പൊ വന്നേക്കുന്നതാണ് മലയാളികളുടെ തമന്ന. രേണു ഞെട്ടി. മലയാളികളുടെ തമന്ന, അങ്ങനെ പേരുണ്ട്. എന്നിട്ട് മലയാളികളുടെ തമന്ന. രേണു ഞെട്ടി. ബാക്കി പറ. കഴിഞ്ഞ ദിവസം ഒരു ഇനാഗ്രേഷൻ മലയാളികളുടെ തമന്ന, പാവങ്ങളുടെ തമന്ന. മലയാളികൾ എടാ, നീ തെറ്റിച്ചു പറഞ്ഞു. കറക്റ്റ് ആയിട്ട് നിന്നെ പറഞ്ഞു പഠിപ്പിച്ചല്ലേ. മലയാളികളുടെ തമന്നയല്ല, പാവങ്ങളുടെ തമന്ന. ഇത് അറിഞ്ഞു വെച്ചിട്ട് രേണു പിന്നെ
ആ ഒരു എക്സ്പ്രഷൻ ഇട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല. രേണുവിന്റെ ഈ ഒരു ക്ലിപ്പുകൾ ഞാനിപ്പോ നിങ്ങളെ കാണിക്കുന്ന ക്ലിപ്പുകൾ കണ്ടപ്പോ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എല്ലാം പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. ഈ ചോദിക്കാൻ വരുന്നവരോട് പറയും ഈ ചോദ്യം ചോദിക്കൂ, ഞാൻ ഈ എക്സ്പ്രഷൻ ഇടാം അല്ലെങ്കിൽ ഇന്ന സാധനം പറയാമെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി പറയുന്നത്. അല്ലെങ്കിൽ പുള്ളിക്കാരി ഒരു സാധനം പറയുന്നു, ഈ സാധനം കൊള്ളാലോ, ഒന്നുകൂടെ റീടേക്ക് ഇട്. ഇത് ഒരു ആൽബം ഷൂട്ട് ചെയ്യുന്നവരാണ് പുള്ളിക്കാരിയോട് ചോദിക്കുമ്പോൾ അതിന്റെ ഉത്തരങ്ങളും വരുന്നത്. ബാക്കി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ബാക്കി നമുക്ക് കാണാം. അല്ല, പാവങ്ങളുടെ തമന്ന സന്തോഷമേ ഉള്ളൂ. എനിക്ക് തമന്ന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാര്യം ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് പുറത്തു പോയി പറഞ്ഞേക്കില്ലേ, തമന്നി എങ്ങാനും ഇതറിഞ്ഞ സ്വന്തം തല അവിടെ കിടക്കുന്ന ഒരു കല്ലിൽ ഇടിച്ച് തമന്ന ചത്തോ. അങ്ങനൊന്നുമില്ല. തമന്നയ്ക്ക് തുല്യം തമന്ന മാത്രം, രേണുവിന് തുല്യം രേണു മാത്രം. രേണു തമന്നയ്ക്കൊന്നും ഒരു റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. രേണു തന്നെ, രേണുവിനെ പോലെ രേണു മാത്രം, വീഗാഡിന് തുല്യം വീഗാഡ് മാത്രം. ഓക്കെ, നമുക്ക് ബാക്കി കാണാം. അല്ല, മൂഡ് ശരിയില്ലെന്ന് രാവിലെ പറഞ്ഞു. രേണുവിന്റെ മൂഡ് ശരിയല്ലെന്ന് ആരോ പറഞ്ഞു. ഉടനെ രേണു തിരിഞ്ഞു നിന്ന് കാണിക്കണം, നോക്ക് മൂഡ് ശരിയാണോ, നല്ല സൂപ്പർ മൂഡല്ലേ എന്ന് പറഞ്ഞ് രേണു കാണിക്കണം. ഇത് ടേക്ക് നമ്പർ 1. നമുക്ക് ടേക്ക് നമ്പർ 2 പോവാം. അത് ക്യാമറയിലോട്ട് നോക്കിയാണ് പറയുന്നത്. ഓക്കെ, ഇത് ടേക്ക് നമ്പർ 2. പുള്ളിക്കാരി 2 ടേക്ക് എടുത്തു. ഈ സാധനങ്ങൾ മൊത്തം ഇങ്ങനെയാണ്. എല്ലാ സാധനങ്ങളും പുള്ളിക്കാരി ഒരു തവണ എടുക്കുന്നു, അന്നേരം ഇത് ശരിയായില്ല ചേച്ചി, അത് ഞങ്ങളുടെ ക്യാമറ കിട്ടിയില്ല, വീണ്ടും ആ സാധനം റിപ്പീറ്റ് ചെയ്യുന്നു. ഇതാണ് സംഭവം. എന്നിട്ട് ഒന്നും അറിയത്തില്ല എന്നൊക്കെ ഉള്ള എക്സ്പ്രഷൻ ഇടുന്നു. എക്സ്പ്രഷൻ ഇട്ടതിന് ശേഷം പുള്ളിക്കാരി വന്ന് പിന്നെ തിരുത്തി കൊടുക്കുന്നു. മലയാളികളുടെ തമഞ്ഞ അല്ലടാ, പറഞ്ഞു പഠിപ്പിച്ചല്ലേ നിന്നെ, പാവങ്ങളുടെ തമഞ്ഞ, അങ്ങനെ വേണം പറയാൻ. അപ്പൊ തെറ്റിച്ച് പറഞ്ഞു ഇവന്മാര് കുളവാക്കും. ശരി, ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലേക്ക് പോവാം. രേണു ഇതുപോലെ പറഞ്ഞു പഠിപ്പിച്ചൊരു സാധനമേ. അമ്മയ്ക്ക് ആരുമില്ല, വലുതാകുമ്പോ അമ്മേനെ നോക്കുവോ? എങ്ങനെ നോക്കും? വലുതാകുമ്പോ അമ്മേനെ നോക്കൂടെ കുട്ടാ ബാബേ, നോക്കൂടെ അമ്മേനെ എങ്ങനെ നോക്കും? എങ്ങനെ നോക്കും? ഇങ്ങനെ നോക്കും. ഈ സാധനം ടേക്ക് നമ്പർ 1. ഇതേപോലെ തന്നെ ഒരു ഓൺലൈൻ മീഡിയ വന്നപ്പോഴത്തേനും ഇതേ സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്തേക്കുന്നു. ഇത് എങ്ങനെ സാധിക്കുന്നുണ്ടോ? ഇത് ഒരേപോലെ എടുക്കുന്നതല്ല എന്റെ അത്ഭുതം. എന്നിട്ട് ഇത് ആദ്യമായിട്ട് നടക്കുന്ന പോലെ വീണ്ടും എക്സ്പ്രഷൻ ഇടുന്നത് എന്നെ രേണു വല്ലാണ്ട് ഞെട്ടിക്കുന്നു. രേണുവിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ആക്ട്രസിനെ ഞാൻ ഇതോടെ തിരിച്ചറിയുന്നു. ചില സമയങ്ങളിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ നല്ലൊരു ആക്ട്രസ്. ഓക്കെ, ഇനി പുതിയ വിവാദം ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പോ അടുത്ത ആൽബം വരുവാണ്. ഇപ്പൊ രേണുവിന്റെ ആൽബങ്ങളെല്ലാം ഹിറ്റ് ആകുന്നത് പലതരത്തിലുള്ള വിവാദങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടാണ്. ഇപ്പോ ഏത് ഒരുത്തനെയും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. സ്ഥിരം വിവാദ നായകന്മാരായിട്ടുള്ള പ്രതീഷും ദാസേട്ടൻ കോഴിക്കോടും ഉണ്ട്. അതിന്റെ കൂടെ തന്നെ മറ്റൊരു വിവാദ നായകനെയും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഇനി ഈ നായകനായിട്ടായിരിക്കും വിവാദം വരുന്നത്. ഈ നായകനെ കുറിച്ച് ചോദിക്കുമ്പോൾ രേണുവിനോട് നിങ്ങൾ ഒന്നി കല്യാണം കഴിച്ച ഹണിമൂണിന് എവിടെയായിരിക്കും പോകുന്നത്, ഇതാണ് ചോദ്യം. അതിനുള്ള ഉത്തരവ് ഇവർ പറയുന്നുണ്ട്. നിങ്ങളുടെ കല്യാണം എന്തായിരിക്കും? ഇങ്ങനത്തെയൊക്കെ ഉള്ള രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഈ സോഷ്യൽ മീഡിയയിൽ റീൽ എടുക്കാൻ വരുന്നവർ ചോദിക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒന്നാമത്തെ കാര്യം, ഇതിൽ ചില ഓൺലൈൻ മീഡിയസിന് തീരെ നിലവാരമില്ല. രണ്ടാമത്തത്, അവരെ കൊണ്ട് പറഞ്ഞു ചോദിപ്പിക്കുന്ന ചോദ്യമാണ്. ഇപ്പോ ഈ ക്വസ്റ്റ്യൻസ് എല്ലാവരുടെയും വിലപ്പോത്തില്ല. ഇപ്പോഴത്തെ സംഭവം എന്ന് വെച്ചാൽ, രേണുവിനോട് ഇത്രയും നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ച് ഈ പറയുന്ന ആളുകളെ എല്ലാവരോടും ഇത്തരത്തിലുള്ള നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി. ഈ ഓൺലൈൻ മീഡിയസിൽ ആരെങ്കിലും എന്നെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആളറിഞ്ഞിട്ട് വേണം ചോദിക്കാൻ. രേണുവിന്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യം പോയി രഞ്ജിനി ഹരിദാസിന്റെ അടുത്തും അഖിൽമാരാരുടെ അടുത്തും ഒന്നും ചോദിക്കരുത്. അവരോട് ചോദിക്കുമ്പോഴത്തേനും അവരുടെ നിലവാരത്തിലേക്ക് നിങ്ങൾ ഉയരുക. അങ്ങനെ ഉയർന്നില്ലെങ്കിൽ അവരെ കവർ ചെയ്യാനായിട്ട് ആ നിലവാരത്തിലുള്ള ആളെ വിടുക. കഴിഞ്ഞ ദിവസം അഖിൽമാരാരുടെ അടുത്ത് പോയി BJP ആണോ നിങ്ങളെ ഇലക്ഷൻ നിർത്തുന്നതൊക്കെ ചോദിച്ച് അഖിൽമാരുടെ തിരിച്ചറിയുന്നുണ്ട്. ഞാൻ മത്സരിക്കാൻ ചൂസ് ചെയ്ത പാർട്ടി ഏതാ, നീ പോയിട്ട് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ട് വന്നു. കേരള സ്റ്റോറിയായിട്ട് ബന്ധപ്പെട്ട കാര്യം രേണുവിനോട് ചോദിച്ചപ്പോ രഞ്ജിനോട് ചോദിച്ചപ്പോ രഞ്ജിനി ഹരിദാസും പറയുന്നുണ്ടായിരുന്നു, ബാക്കിയുള്ളവരോട് ചോദിക്കുമ്പോൾ കുറഞ്ഞ ചോദ്യം എന്നോട് ചോദിക്കരുത്. സോ അത് നിങ്ങളുടെ നിലവാരം നിങ്ങളായിട്ട് ഇടിക്കാതിരിക്കുക. ഇനി രേണുവിന്റെ പുതിയ വിവാദ നായകൻ, പുതിയ ക്യാമുകനെ നിങ്ങൾക്ക് കാണിച്ചുതരാം. ഒന്ന് കണ്ടു, ആ ക്യാമറയിൽ നമ്മളെ കാണുന്നു എന്നുള്ള സാധനം കണ്ടു. അതിനുശേഷം വീണ്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യത്തെ ടേക്ക് നമ്പർ 1 ആണ് നിങ്ങളിപ്പോ കണ്ടത്. ഇനി ടേക്ക് നമ്പർ 2 ഇവർ ആ സാധനം വീണ്ടും ഒന്നുകൂടെ കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട് അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ കണ്ട അതേ സാധനം ചെവിയിൽ ഇങ്ങനെ വെച്ച് പറയുന്നു. അത് ഇച്ചിരി കൂടെ ഒന്ന് എക്സ്പ്രസീവ് ആയിട്ട് കാണുന്ന ജനങ്ങൾ തെറ്റിദ്ധരിക്കണം. തെറ്റിദ്ധരിച്ചാലേ വിവാദം ഉണ്ടാവത്തുള്ളൂ. അപ്പൊ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി സാധനം ചെയ്യുന്നുണ്ട്. അത് ടേക്ക് നമ്പർ 2.
അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് ഇത് പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു സാധനമല്ല, പ്രകൃതിദത്തമായി ഉണ്ടാക്കുന്ന സാധനമാണ്. നമുക്ക് ഉണ്ടാക്കാം. ടേക്ക് നമ്പർ 2. ഓക്കെ, എന്തൊരു വാട്ട് എ നാച്ചുറൽ ആക്ടിങ്, വാവ്, ഫാന്റാസ്റ്റിക്, അടിപൊളി, ഔട്ട്സ്റ്റാൻഡിങ്, കൊള്ളാം, നല്ലതാണ്. പുതിയ പുതിയ വിവാദങ്ങൾ ഉണ്ടാകട്ടെ. ഇപ്പൊ അനുമോളെ പിടിച്ചിട്ട് ഒരു വിവാദം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അത് അധികം അങ്ങോട്ട് മുമ്പോട്ട് പോയില്ലെന്ന് തോന്നുന്നു. ഏതായാലും കൊള്ളാടെ, കൊള്ളാം. ഈ എന്റെ ഫീൽഡിൽ രേണു മാത്രമേ വരുന്നുള്ളൂ. ഞാൻ എന്തൊരു ചെയ്തിട്ട്? നിങ്ങൾക്കൊക്കെ താല്പര്യം, നിങ്ങൾ കുറച്ച് പേർക്ക് താല്പര്യം ഇല്ലെന്ന് അറിയാം. എന്നാലും പൊതുവെ സോഷ്യൽ മീഡിയകളിൽ രേണുവിനെ കുറിച്ച് സംസാരിക്കുന്ന വിഷയങ്ങളിൽ കൂടുതൽ റീച്ച് പോകാറുണ്ട്. പിന്നെ നമ്മൾക്ക് ഈ പറയുന്ന രേണുവിന്റെ വിഷയങ്ങൾ കാണുമ്പോഴത്തേനും നല്ല നല്ല പറയാൻ തോന്നാറുണ്ട്. ചുമ്മാ വിവാദം ഉണ്ടാക്കാനായിട്ട് കുറെ അച്ചാപിച്ച കണ്ടന്റുമായിട്ട് വരും. ചില ആൾക്കാർ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരാണ് ഇതിനകത്ത് മുങ്ങിപ്പോകുന്നത്, ശരിക്കും ഒരു ഇഷ്യൂ വരുന്ന ആൾക്കാരാണ് ഇതിനകത്ത് മുങ്ങിപ്പോകുന്നത്. പുള്ളിക്കാരി തന്നെ പുള്ളിക്കാരിയെ കുറിച്ച് കുറെ ഗോസിപ്പ് പഠിച്ചിറക്കും, എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അതൊക്കെ ഗോസിപ്പല്ലേ, എനിക്ക് എന്ത് കാമുകൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള താളം ഇറക്കിക്കൊണ്ടിരിക്കും. എനിക്ക് വയ്യട, എനിക്ക് മടുത്ത്. അതായത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ.